എന്നെ അത്ഭുതപ്പെടുത്തുകയാണ് സ്മൃതി. ഇന്നിപ്പോൾ വയനാടുമായി ബന്ധപ്പെട്ട് നമ്മൾ കാത്തിരുന്ന ആ കണക്ക് പുറത്തു വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഐ എം ഷോക്ക്ഡ് എന്ന് തന്നെ പറയേണ്ടി വരും. ഞാൻ ഒരു സിനിമയുടെ പേര് പറയാം, കള്ളൻ പവിത്രൻ. പക്ഷേ സ്മൃതിക്കൊക്കെ ഓർമ്മയുണ്ടാവും, പത്മരാജൻ പണ്ട് സംവിധാനം ചെയ്തൊരു സിനിമയാണ്. എനിക്ക് ഈ വയനാട്ടിലെ ഫണ്ട് ഇന്ന് വിവരങ്ങൾ പുറത്തു വരുമ്പോൾ കള്ളൻ പവിത്രൻ എന്ന സിനിമയാണ് ഓർമ്മ വരുന്നത്. പല നേതാക്കൾ എങ്ങനെയാണ് ഈ വയനാട്ടിലെ ഫണ്ട് സംബന്ധിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങൾ നൽകിയത് അത് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ദൃശ്യം എന്ന സിനിമയിലെ ജോർജ് കുട്ടിയാണ്. ഈ രണ്ട് സിനിമകളും വയനാടൻ ഫണ്ടുമായിട്ട് ബന്ധമുണ്ട്. സാധാരണ രീതിയിൽ കോൺഗ്രസിനെ കുറിച്ചുള്ള ഒരു ആക്ഷേപം, പിരിക്കുന്ന ഫണ്ട് കൃത്യമായിട്ട് എന്തിനു വേണ്ടിയാണോ പിരിക്കുന്നത് അവിടെ എത്താറില്ല എന്നുള്ളൊരു പഴി പലപ്പോഴും കോൺഗ്രസ് നേതാക്കൾക്ക് കിട്ടാറുണ്ട്. CPM ആണ് അത് ഏറ്റവും കൂടുതൽ ആരോപിക്കുന്നത്. ചില കാര്യങ്ങളിലേക്ക് വാസ്തവമാണ്. ഇപ്പോൾ കരുണാകരന്റെ ഫണ്ട്, ലീഡറിന്റെ സ്മാരകത്തിന് വേണ്ടിയിട്ട് പിരിച്ച ഫണ്ട് എവിടെയെന്ന് ചോദിക്കുന്ന ലീഡറിന്റെ മകളായ പത്മജ തന്നെയാണ്. പാർട്ടിക്കുള്ളിൽ തന്നെ പലരും ചോദിച്ചിരുന്നു, ലീഡറിന് വേണ്ടി പിരിച്ച കരുണാകരന്റെ സ്മാരകത്തിന് വേണ്ടി പിരിച്ച പണം എവിടെ എന്നൊരു ചോദ്യം ചോദിച്ചിട്ട് അതിന് കൃത്യമായ ഉത്തരം കിട്ടിയിട്ടില്ല. സ്റ്റീഫന് സ്മാരകം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് പണം പിരിച്ചതിന്റെ കണക്ക് ഇതൊരു ഉത്തരം കിട്ടിയിട്ടില്ല. എന്തിന് പണ്ട് പനമ്പള്ളി ഗോവിന്ദമേനോന്റെയും ലീലാ ദാമോദരന്റെയും ഒക്കെ സ്മാരകത്തിന് വേണ്ടി പണം പിരിച്ചിട്ട് എവിടെ സ്മാരകം എന്ന ചോദ്യം അവിടെ കിടക്കുന്നു. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അതൊക്കെ അല്ലറ ചില്ലറ ഫണ്ടുകളാണെങ്കിൽ ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്ന അതാണോ സ്മൃതി? ഇന്നിപ്പോ പുറത്തു വന്നിരിക്കുന്നത് കള്ളംപവിത്രൻ എങ്ങനെയാണ് പിടിയിലാവുന്നത്? കള്ളംപവിത്രൻ ചെറിയ ചെറിയ തട്ടിപ്പൊക്കെ നടത്തിയപ്പോൾ രക്ഷപ്പെട്ടു പോയിരുന്നു. പക്ഷേ പ്രതിമയും ബാക്കിയുള്ള കിണ്ടിയും സ്വർണ്ണവും തങ്കവും ഒക്കെ കേൾക്കാൻ പോവുകയും പിന്നീട് ചില ബന്ധങ്ങളിലേക്കൊക്കെ ചാടുകയും ചെയ്തപ്പോഴാണ് പിടിക്കപ്പെടുന്നത്. ഇവിടെ ഈ പിടിക്കപ്പെടുന്ന ഘട്ടമുണ്ടാവുന്നു. ഇന്ന് യഥാർത്ഥത്തിൽ തൊലിയുരിഞ്ഞ് നിൽക്കുകയല്ലേ കോൺഗ്രസ്? കോൺഗ്രസിലെ നേതാക്കൾക്ക് കൃത്യമായിട്ട് ഉത്തരം പറയാൻ പറ്റുന്നുണ്ടോ? എന്താ നേതാക്കൾ പറഞ്ഞ പ്രതികരണങ്ങൾ? എന്താ VD സതീശൻ പറഞ്ഞത്? വീട് പണി തുടങ്ങിയിട്ടുണ്ട്, നിങ്ങൾക്ക് പോയാൽ കാണാൻ പറ്റുമെന്നാണ്. നട്ടാക്കുരുക്കാത്ത നുണയായിരുന്നില്ലേ? അവിടെ വീട് പണി തുടങ്ങിയോ? നമ്മൾ പോയി കാണിച്ചു കൊടുത്തതല്ലേ? ഒരു വീട് പണിയും അവിടെ തുടങ്ങിയില്ല. അവിടെ വീട് പണി തുടങ്ങാൻ ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലെന്ന് ഇന്നാണ് KPCC പ്രസിഡന്റ് പറയുന്നത്. ആ പൈസയുടെ കാര്യം ആലോചിച്ചപ്പോഴാണ് നേരത്തെ മാധു സൂചിപ്പിച്ചു. എനിക്ക് കോൺഗ്രസ് നേതൃത്വത്തോട് പറയാനുള്ളത്, ഞാൻ CPM ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന ആ വ്യാജ സ്ക്രീൻഷോട്ടിൽ വിശ്വസിക്കുന്നതേയില്ല. 54 കോടി രൂപ കോൺഗ്രസ് പിരിച്ചു എന്ന മട്ടിൽ പ്രചരിക്കുന്ന സ്ക്രീൻഷോട്ടുകൾ വ്യാജമാണെന്ന് തന്നെ കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് പോലെ ഞാനും വിശ്വസിക്കുന്നു. പക്ഷേ എനിക്ക് 9 ലക്ഷം രൂപ മുടക്കി നിർമ്മിച്ച, അതായത് നമ്മുടെയൊക്കെ നമ്മുടെ റിപ്പോർട്ടിന്റെ തൊട്ടപ്പുറത്തുള്ള നമ്മുടെ ഇൻക്യുബേഷൻ സെന്ററിലേക്ക് പോയാൽ, അവിടെയുള്ള നമ്മുടെ സ്റ്റാർട്ടപ്പ് മിഷനിലേക്ക് പോയാൽ 15,000 രൂപയ്ക്ക് നല്ല ഒന്നാന്തരം ആപ്പ് നിർമ്മിച്ചു കൊടുക്കും. അവിടെയാണ് 9 ലക്ഷം രൂപയുടെ ആപ്പ്. എന്തിനു വേണ്ടിയിട്ടാണ്? വയനാട്ടിലെ മനുഷ്യർക്ക്, ദുരിതബാധിതരായ മനുഷ്യർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പണം പിരിക്കുന്നതിന്റെ ഭാഗമായിട്ട് 9 ലക്ഷം രൂപയുടെ ആപ്പ് ഉണ്ടാക്കി. ആ ആപ്പിന്റെ വിവരങ്ങൾ ഒന്ന് പുറത്തുവിട്ടാൽ മതി. എനിക്കതിനകത്ത് ഒരു സംശയം ഉണ്ടാവില്ല. ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. കാരണം എന്താ? ഇതേ ആപ്പ് തന്നെയാണ്. എന്റെ സംശയങ്ങൾ ഞാൻ പറഞ്ഞോളാം, അങ്ങ് പറഞ്ഞോളൂ. ChatGPT പറയുന്ന ഒരു 4 ലക്ഷം രൂപയൊക്കെ വരട്ടെ. മുസ്ലിം ലീഗ് ആയിക്കോട്ടെ, ഇതൊരു ദുരന്ത ബാധിതരെ സഹായിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കുന്ന ആപ്പാണ്. ഇത് ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസിന് ലാഭം ഉണ്ടാക്കാൻ പോകുന്ന ആപ്പല്ല. അപ്പൊ സ്വാഭാവികമായും ആപ്പ് ഡെവലപ്പേഴ്സ് തന്നെ അതിൽ ഡിസ്കൗണ്ട് റേറ്റിൽ കൊടുക്കും. ഇനി അത് പോകട്ടെ, നിങ്ങൾ ഇന്റർനാഷണലി ഒരു വലിയ ആപ്പ് നിർമ്മിക്കുന്ന ആൾക്കാരെ കൊണ്ടുവന്നാൽ പോലും 9 ലക്ഷം എങ്ങനെയാവും? ഇതല്ലേ മുസ്ലിം ലീഗ് ഉപയോഗിച്ച ആപ്പ്? ആ മുസ്ലിം ലീഗ് ഉപയോഗിച്ച ആപ്പിൽ 36 കോടി രൂപയുടെ ഡീറ്റെയിൽസ് അവിടെ കിടക്കുകയല്ലേ? 40 കോടി രൂപയ്ക്ക് അടുത്ത് പിരിച്ചില്ലേ? അത് കൃത്യമായിട്ട് ടൗൺഷിപ്പ് അവിടെ നിർമ്മിച്ചില്ലേ? നല്ല വീടുകൾ വന്നില്ലേ? ആ വീട്ടിൽ മനുഷ്യർ കയറി താമസിക്കുന്നില്ലേ? അപ്പൊ മുസ്ലിം ലീഗ് ഇതേ ആപ്പ് ഉപയോഗിച്ച് പിരിക്കുന്നു. ആ 36-40 കോടിയോളം പിരിക്കുന്നു. അവിടെ വീടുകൾ ഉയരുന്നു, അവിടെ ടൗൺഷിപ്പ് ഉയരുന്നു. ആർക്ക് സംശയമില്ല? നമുക്ക് മുസ്ലിം ലീഗിന്റെ കാര്യത്തിൽ ഒരു ആക്ഷേപവും ഇല്ല. പക്ഷെ നോക്കൂ, ഇവിടെ കോൺഗ്രസിന്റെ കാര്യത്തിൽ എന്താ ആക്ഷേപം ഉണ്ടാവാനുള്ള കാര്യം? ആപ്പും കാണുന്നില്ല, ആപ്പിനകത്തൊരു കണക്കും കാണുന്നില്ല എന്നുള്ളതാണ്. അവിടെയാണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം. അവിടെയാണ് ഈ വ്യാജ സ്ക്രീൻഷോട്ട് പ്രചരിക്കുമ്പോൾ ജനങ്ങളിന്ന് വിശ്വസിക്കാൻ നിർബന്ധിതരാകും. അതിനിടയ്ക്കാണ് ഈ കണക്ക് വന്നത്. കണക്ക് കിട്ടി ഞാൻ ഞെട്ടിപ്പോയി. എന്താണെന്നറിയാമോ സ്മൃതി? നമ്മുടെ DYFI എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഉണ്ടല്ലോ, ആ പ്രസ്ഥാനത്തെ അങ്ങനെ എഴുതിത്തള്ളാൻ പറ്റൂല. ചില ആളുകളൊക്കെ എഴുതിത്തള്ളും. ആ പ്രസ്ഥാനം ആക്രി കച്ചവടം നടത്തിയും സാധാരണക്കാരായ മനുഷ്യർക്ക് കൂലിപ്പണി എടുത്തും അധ്വാനിച്ചുണ്ടാക്കിയ പണത്തിൽ നിന്നാണ് 20 കോടി രൂപ, എത്ര 20 crores ഇപ്പോ കോൺഗ്രസ് എന്ന ഇന്ത്യ മുഴുവൻ പടർന്നു കിടക്കുന്ന ദേശീയ പാർട്ടി ഉണ്ടാക്കിയതിന്റെ 4 ഇരട്ടി കേരളത്തിലെ DYFI എന്ന് പറയുന്ന പ്രസ്ഥാനം പിരിച്ചു കൊടുത്തിട്ടുണ്ട്. 20 കോടി രൂപ. മുസ്ലിം ലീഗ് 2 ജില്ലകളിൽ മാത്രം വലിയ ഡൊമിനൻസ് ഉള്ള, ഒരുപക്ഷെ കേരള പാർട്ടി എന്ന് പറയാവുന്ന ഒരു സ്റ്റേറ്റ് പാർട്ടി ഇപ്പോൾ കോൺഗ്രസ് പിരിച്ചതിന്റെ 8 മടങ്ങ് പിരിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോഴാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു കണക്കുമായിട്ട് വരികയാണ്. 5,38 ലക്ഷം രൂപ. ഇപ്പോൾ അതിനൊരു ക്ലാരിറ്റി കൂടി വന്നിട്ടുണ്ട്. അതിനകത്ത് യൂത്ത് കോൺഗ്രസ് പിരിച്ച 1 കോടി
50 ലക്ഷം കൂടി വരും എന്നുള്ളതാണ്. അതായത് 4,33,00,000 രൂപ മാത്രമാണ് കോൺഗ്രസ് പിരിച്ചിരിക്കുന്നതെന്നാണ്. ആപ്പിൽ ഈ വിവരം നമ്മൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. ധനലക്ഷ്മി ബാങ്കിലായിരുന്നു അക്കൗണ്ട് എന്ന് പറയുന്നു. അക്കൗണ്ടിന്റെ വേറെ ഡീറ്റെയിൽസ് പുറത്തു വന്നിട്ടുണ്ടോ? പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ കണക്ക് തന്നെ നമ്മളെ ഞെട്ടിക്കുന്നതാണെന്നുള്ളതാണ്. എന്നാൽ അതേസമയം CPM-ന്റെ അനുബന്ധ സംഘടനകളും ബഹുജന വർഗ സംഘടനകളും കൊടുത്തിരിക്കുന്ന കണക്ക് നോക്കുമ്പോഴാണ് 140 കോടിയോളം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തിരിക്കുന്നു. ഡൽഹി ദേശീയ ഘടകം തന്നെ 92,99,000 കൊടുത്തിരിക്കുന്നു. കേരളം സ്വന്തമായിട്ട് പിരിച്ചിട്ടില്ല CPM, അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇത്രയും കണക്കുകൾ നമ്മുടെ മുന്നിലുണ്ട്. ഇവിടെയാണ് 5 കോടി രൂപ എന്ന് പറയുന്ന, അല്ലെങ്കിൽ 4 കോടി രൂപ എന്ന കണക്കുമായിട്ട് വരുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്. കള്ളൻ പവിത്രനെ ഓർമ്മപ്പെടുത്തുകയാണ് വയനാടിലെ ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കോൺഗ്രസ് നേതാക്കൾ നടത്തുന്ന പ്രതികരണങ്ങൾ. ഇനി ആ ചില നേതാക്കളുടെ പ്രതികരണങ്ങൾ ഒരു ജോർജ് കുട്ടിയെ കൂടി ഓർമ്മിപ്പിക്കുന്നുണ്ട്. എന്താണ്? എന്നിട്ടും വളരെ സത്യസന്ധം എന്ന രീതിയിൽ ഈ നുണ അവതരിപ്പിക്കുകയല്ലേ. എന്താ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്? വീട് നിങ്ങൾ പോയി നോക്കിക്കൊള്ളാനാ പറഞ്ഞത്. ഇന്ന് KPCC പ്രസിഡന്റാ പറഞ്ഞ വീട് നിർമ്മിക്കാനെന്നത് മാത്രമല്ല, രണ്ടാമത് വാങ്ങിയ സ്ഥലത്തിന്റെ രജിസ്ട്രേഷൻ കൊടുക്കാനുള്ള 73 ലക്ഷം രൂപ പോലും ഞങ്ങളുടെ കയ്യിലില്ല. രണ്ടാമത്തെ പ്ലോട്ട് വാങ്ങി ഇതിന്റെ രജിസ്ട്രേഷൻ നടത്താനുള്ള പൈസ ഞങ്ങളുടെ കയ്യിലില്ല. ഞാൻ അവിടെയുള്ള പരിസര പ്രദേശത്തെ ആളുകളുമായിട്ട് അന്വേഷിച്ചപ്പോൾ ആദ്യം വാങ്ങിയ പ്ലോട്ടിന്റെ തൊട്ടടുത്ത് അടുത്തിടെ നടന്ന ഒരു ട്രാൻസാക്ഷനിൽ 40,000-45,000 രൂപയാണ് സെന്റിന്. ഇവിടെ ഇതെങ്ങനെയാ 1.5 ലക്ഷം രൂപയാവുന്നത്? ഒരേ സ്ഥലത്ത് കിടക്കുന്ന, ഒരേപോലെ കിടക്കുന്ന പ്ലോട്ടിന് 3-4 മടങ്ങാണ് കോൺഗ്രസിൽ കാണിച്ചിരിക്കുന്നത്. അവിടെയാണ് KPCC പ്രസിഡന്റ് ആദ്യം 5 കോടി എന്ന് പറയുന്നു, പിന്നീട് 3 കോടി 68 ലക്ഷം രൂപ എന്ന ആധാരത്തിൽ കാണുന്നത് പുറത്തു വരുന്നു. അപ്പൊ അടിമുടി ദുരൂഹതയാണ്. വയനാട്ടിലെ ഒരു ടൗൺഷിപ്പിന്റെ കാര്യത്തിൽ ഈ ദുരൂഹതയാണെങ്കിൽ 2 ലക്ഷം കോടി രൂപയോളം ട്രാൻസാക്ട് ചെയ്ത് നമ്മുടെ ബഡ്ജറ്റൊക്കെ ഈ നേതാക്കളുടെ കയ്യിൽ എടുത്തു കൊടുത്താൽ എന്തോ ഒരു ദുരൂഹതയായിരിക്കും എന്നുള്ളതാണ് എനിക്ക് സംശയം. ഇവിടെയാണ് കോൺഗ്രസ് അവരുടെ വിശ്വാസത കൊണ്ട് കളഞ്ഞു കുളിക്കുക. ഇതാ നോക്കൂ, മാർച്ച് 26-ാം തീയതി KC വേണുഗോപാൽ പറയുന്നു, UDF സർക്കാർ വന്നാൽ ആദ്യ പരിപാടി മുണ്ടക്കൈ ചൂരമല വീടുകളുടെ പൂർത്തീകരണമായിരിക്കും. ഇതെന്താണ് KC വേണുഗോപാൽ പറയുന്നത്? KC വേണുഗോപാലിന് വലിയ പിടിയുണ്ടോ? ആ വീട്ടിൽ ഇന്നും നാളെയുമായിട്ട് 35-40 ആളുകൾ കയറി താമസിക്കും. അടുത്ത വിഷുവിന് മുമ്പ് ബാക്കിയുള്ള ആളുകൾ താമസിപ്പിക്കും. മഴ വരുന്നതിന് മുമ്പ് ബാക്കിയുള്ള ആളുകൾ കൂടി അവിടെ പ്രവേശനം ഉറപ്പാക്കും. നോക്കൂ, ഇനി അത് 1-2 മാസം കൂടി മുഴുവൻ ഘട്ടത്തിൽ ആളുകളുടെ താല്പര്യമാണ്. വീട് ഉയർന്നു, സ്ട്രക്ചർ ഉയർന്നു, പട്ടയം കിട്ടി, അവിടെ ആളുകൾക്ക് താക്കോൽ ദാനവും നിറവേറ്റി കഴിഞ്ഞു. ശരിയാണ്, നേരത്തെ പ്രതീക്ഷിച്ചത് പോലെ ആളുകൾക്ക് ആ ദിവസം തന്നെ താമസിക്കാൻ പറ്റിയില്ല. വലിയൊരു പ്രോജക്റ്റ് ആണല്ലോ, 5 ഘട്ടമായി വികസിച്ച് കിടക്കുക. അവിടെയാണ് KC വേണുഗോപാൽ പറയുന്നത്, സ്വന്തമായിട്ട് വാഗ്ദാനം ചെയ്ത പറമ്പിൽ ഒരു കക്കൂസ് പോലും നിർമ്മിക്കാൻ പറ്റാതെ പറയാണ്, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ചൂരമല മുണ്ടക്കൈ ദുരന്ത ബാധിതരുടെ വീടുകളുടെ പൂർത്തീകരണം. ഇനി അവിടെ പൂർത്തീകരിക്കാൻ ഒന്നുമില്ല സാർ. സർക്കാർ വരുമ്പോഴേക്കും ബാക്കി പ്രവൃത്തികളെല്ലാം സർക്കാരിന്റെ ടൗൺഷിപ്പിൽ പൂർത്തിയാവും. കോൺഗ്രസിന്റെ വീട് എവിടെ എന്ന ചോദ്യത്തിന് അവർ പതറി നിൽക്കുന്ന കാഴ്ചയല്ലേ. അതിനുശേഷം കോൺഗ്രസിൽ വയനാട്ടിൽ സ്ഥലം വാങ്ങി കല്ലിട്ട് പണി തുടങ്ങിയ VD സതീശൻ മാർച്ച് 28-ന് പറയുന്നു, ഇന്ന് ഏപ്രിൽ 4-ാം തീയതി വയനാട്ടിൽ വീട് നിർമ്മിക്കാൻ കോൺഗ്രസിന്റെ കയ്യിൽ ഫണ്ടില്ലെന്ന് പറയുന്നു. ഇതാണ് ഞാൻ പറഞ്ഞത്, ദൃശ്യം സിനിമയിലെ ജോർജ് കുട്ടിയെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങളാണ് വയനാടിന്റെ കാര്യത്തിൽ ഉണ്ടാവുന്നത്. പോര് മുറുകുമ്പോൾ നുണയുടെ പോരു കൂടിയാണ് മുറുകുന്നത് എന്നുള്ളത് അത്യന്തം ഖേദകരമായ കാര്യം. എന്നാൽ T സിദ്ദിഖ് ഈ കുട്ടിയുടെ അടുത്ത് പോയിട്ട് ഈ ഡിസൈനൊക്കെ കാണിച്ച് കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു വീഡിയോ കൂടി പുറത്തു വന്നിട്ടുണ്ട്. അവിടെയാണ് യഥാർത്ഥത്തിൽ T സിദ്ദിഖ് ഈ സ്പോൺസറെ അമിതമായി വിശ്വസിച്ചു. അത് T സിദ്ദിഖിന്റെ കയ്യിൽ നിന്ന് വന്നൊരു പാളിച്ചയാണ്. അതിന്റെ ഫലമായി എന്താ സംഭവിച്ചത്? ഈ കുട്ടി ടൗൺഷിപ്പിൽ വീട് വേണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് 15 ലക്ഷം രൂപ വാങ്ങി. ഇന്നിപ്പോ ഈ ടൗൺഷിപ്പിൽ ഈ കുട്ടിയുടെ പേര് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല സർക്കാരിന്. കാരണം T സിദ്ദിഖ് പറഞ്ഞതിൽ ഈ കുട്ടി വിശ്വസിച്ചു. T സിദ്ദിഖിനെ പറ്റിച്ചു സ്പോൺസർഷിപ്പുകാര്. അപ്പോൾ T സിദ്ദിഖിന് കൂടി അതിന് ഉത്തരവാദിത്വം വരുന്നു എന്നുള്ളതാണ് അതിലെ ഒരു പ്രശ്നം. അത്രേ ഉള്ളൂ. അത് പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞത്. ഒറ്റ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. നേരത്തെ സ്മൃതി സുനിലോട് ചോദിച്ച ചോദ്യം കേട്ടു. നമ്മുടെ ഛത്തീസ്ഗഡിലെ ആക്രമിച്ചവരുടെ കൂടെ കൂട്ടുകൂടിയ ആളാണ്. എന്താണെന്നറിയാമോ, സിദ്ദിഖാണ് എനിക്കെല്ലാം, എന്റെ സഹോദരനെ പോലെയാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അത്രയേറെ ബന്ധമുള്ള ഒരു വിമർശനം ഉയർന്നു വരുമ്പോൾ ഞാൻ എവിടെ പറഞ്ഞിട്ടില്ലെന്നല്ല അദ്ദേഹം പ്രതികരിക്കേണ്ടത്. ഇങ്ങനെ ഒന്ന് പറ്റിപ്പോയി എന്നാണ് അദ്ദേഹം പറയേണ്ടതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ല ആണ് ഞാൻ അതിന് ഞാൻ അഭിപ്രായം പറയുന്നില്ല. ഇത് അതിന്റെ വസ്തുത പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഒരു കാര്യം കൂടി, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഛത്തീസ്ഗഡ് ഈ കന്യാസ്ത്രീകൾ ആക്രമിക്കപ്പെട്ടപ്പോൾ ആക്രമിച്ചവരുടെ കൂട്ടത്തിൽ ആക്രമിച്ചവരോടൊപ്പം കൂട്ടുകൂടുകയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി. പച്ച കള്ളമല്ലേ സ്മൃതി പറയുന്നത്? 2022-23 ഭൂപേഷ് ബാഗലിന്റെ കാലം, ക്രിസ്മസിന്റെ സമയത്ത് കാലത്താണ്. അതെങ്ങനെയാണ് നിങ്ങൾക്ക് കന്യാസ്ത്രീകളുടെ ആക്രമണവുമായി അതിനെ ബന്ധിപ്പിക്കാൻ കഴിയുക?
ഈ കന്യാസ്ത്രീകൾ അങ്ങനെയാണോ പല കാര്യങ്ങളും പറയുന്നത്? ഛത്തീസ്ഗഡിൽ 2 കന്യാസ്ത്രീകൾ രാഷ്ട്രീയ പ്രസംഗത്തിൽ ഇത്തരം ആളുകളുമായി കൂട്ടുകൂടുമോ എന്ന ചോദ്യം ആ കാര്യത്തിന് കൂടി എന്നല്ലല്ലോ അതിന്റെ അർത്ഥം. ഗുണപ്രസംഗം എന്ന് പറയാം. അതാണ് ചോദ്യം. നിങ്ങൾക്ക് നുണയാണ്, നുണ എന്ന വാക്കാണ് നിങ്ങൾക്ക് താല്പര്യമുള്ള വാക്ക്. നന്നായി പ്രയോഗിക്കാം. നുണ എന്ന വാക്ക് നന്നായി പ്രയോഗിക്കാം. നുണ എന്ന വാക്ക് നന്നായി ഉപയോഗിക്കാം. ശരി, എനിക്ക് ഒരു ചോദ്യം സ്മൃതിയോടുണ്ട്. ഒറ്റ ചോദ്യം, സ്പെസിഫിക് ആയ ക്വസ്റ്റ്യൻ. ഛത്തീസ്ഗഡിലെ ഈ മത സ്വാതന്ത്ര്യ നിയമം വകുപ്പ് 4 ഏത് സർക്കാർ കൊണ്ടുവന്നതാ ഒന്ന് പറയാമോ? ഈ കന്യാസ്ത്രീകളെ പീഡിപ്പിച്ച നിയമം, ഛത്തീസ്ഗഡിലെ കരി നിയമം എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്ന ഈ നിയമം മധ്യപ്രദേശിനെ 2ആയിട്ട് വിഭജിച്ച് ഛത്തീസ്ഗഡ് ഉണ്ടാക്കിയുമ്പോൾ അജിത് ജോഗി കൊണ്ടുവന്നതല്ലേ? അന്ന് കോൺഗ്രസ് അല്ലേ ഭരണത്തിലിരുന്നത്? ഈ കന്യാസ്ത്രീകളെ പീഡിപ്പിക്കത്തക്ക രീതിയിൽ നിയമം ഉണ്ടാക്കിയത് കോൺഗ്രസ് ആണോ അല്ലയോ? സ്മൃതി ഒന്ന് പറഞ്ഞേ. നോക്കൂ, നിയമം ഉണ്ടാക്കി ഞാൻ കോൺഗ്രസിനെ അങ്ങനെ ന്യായീകരിക്കാൻ ഞാൻ തയ്യാറല്ല. നോർത്തിൽ, അതായത് കോൺഗ്രസ് പലപ്പോഴും കോൺഗ്രസിലെ പല നേതാക്കളും ബി ജെ പിയിലേക്ക് പോവുകയും ബി.ജെ.പി. നിലപാടോടുകൂടി പ്രവർത്തിക്കുകയും നമുക്ക് അല്ല സത്യസന്ധത എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. ഒരു പ്രത്യേക കാര്യത്തിൽ മാത്രമല്ല, ഛത്തീസ്ഗഡിലെ തർക്കമില്ലാത്ത കാര്യമാണ്. പക്ഷെ ഞാൻ ഒറ്റ കാര്യമുള്ളൂ ഡോക്ടർ അരുൺ, കന്യാസ്ത്രീകൾ ബി.ജെ.പി. കാലത്ത് ബി.ജെ.പി. എത്രത്തോളം ആക്രമണങ്ങൾ കൂടി എന്നതിന്റെ കണക്ക് സഭ തന്നെ തയ്യാറാക്കിയത് നമ്മുടെ മുന്നിലുള്ളപ്പോൾ അതിനെക്കുറിച്ച് വിമർശനമില്ലാതിരിക്കുന്നത് എന്താണെന്നാണ് ചോദ്യം. എന്റെ സമയമാണ്. ഞാൻ സമയം കഴിയാനായി, വേഗം പറയൂ. ഞാൻ പറയാം. അപ്പൊ ഒന്ന് കേൾക്കൂ. അതിനിടയ്ക്ക് സ്മൃതി ഇടപെടുകയല്ലേ? എന്നോട് സ്മൃതി ചോദിച്ചപ്പോൾ ഞാൻ പറയണ്ടേ? പറഞ്ഞു. അത് സ്മൃതി പറഞ്ഞ് ഞാൻ കേട്ടു. ഈ ഛത്തീസ്ഗഡിലെ നിയമനിർമ്മാണത്തിന്റെ ഉത്തരവാദിത്വം കോൺഗ്രസിനാണെന്ന് സ്മൃതി പറഞ്ഞത് വളരെ സന്തോഷത്തോടു കൂടിയും ബഹുമാനത്തോടു കൂടിയും ഞാൻ കേട്ടിരുന്നു. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സ്മൃതി പറഞ്ഞത് സത്യമാണ്. ഇനി ഞാൻ പറയുന്നത് കൂടി കേൾക്കൂ. അതിനുശേഷം ആ നിയമത്തിന്റെ ഭേദഗതി വരുത്താൻ രാഹുൽ ഗാന്ധി തയ്യാറായോ? ഹിമാചൽ പ്രദേശിൽ തയ്യാറായോ? തീർന്നില്ല. അന്ന് ഈ ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ ആക്രമിക്കപ്പെട്ടപ്പോ പോയ നേതാവിന്റെ പേര് ബൃന്ദ കാരാട്ട് എന്നല്ലേ? അന്ന് അവിടെ എത്തിയ ഒരു നേതാവിന്റെ പേര്. മറ്റു കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളും അവിടെ പോയി, ഇല്ലെന്ന് ഞാൻ പറയില്ല. നമ്മുടെ അങ്കമാലിയിലെ റോജി അടക്കമുള്ളവർ അവിടെ എത്തി, അൻവർ സാദത്ത് അടക്കമുള്ളവർ അവിടെ എത്തി. അന്ന് കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ അവിടെ എത്തി. പക്ഷേ എന്റെ ചോദ്യം, അന്ന് ഛത്തീസ്ഗഡിലെ കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം എന്തായിരുന്നു? സ്മൃതി ഓർമ്മിക്കുന്നോ? ഏതെങ്കിലും ഒരു ഛത്തീസ്ഗഡിലെ കോൺഗ്രസ് നേതാവ്, ഛത്തീസ്ഗഡിലെ PCC അധ്യക്ഷനെ നിങ്ങൾക്ക് അന്ന് കന്യാസ്ത്രീകൾക്കൊപ്പം അവർക്കൊപ്പം നിൽക്കാൻ ബി.ജെ.പിക്കാർക്കെതിരെ ഒരു വാക്ക് പറയാൻ കണ്ടുകിട്ടാൻ സാധിച്ചിരുന്നോ? സ്മൃതി, ക്യാൻ യു സേ? സ്മൃതിക്ക് പറയാൻ പറ്റുമോ? എനിക്ക് തർക്കമില്ലാത്ത കാര്യങ്ങളാണ് ഇവിടുത്തെ കേരളത്തിലെ കോൺഗ്രസുമായി ബന്ധപ്പെട്ടാണ് ഞാൻ പറഞ്ഞത്. കേരളത്തിൽ വന്ന് കേരളത്തിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. പറയേണ്ടത് ഛത്തീസ്ഗഡിൽ ആ നിയമം മാറ്റിയെഴുതാത്ത ഹിമാചൽ പ്രദേശിൽ ഇവിടെ വന്ന് അതിനെതിരെ ശക്തമായി പ്രതിഷേധിച്ച് ഇവിടുത്തെ കന്യാസ്ത്രീകളെയും ബിഷപ്പുമാർക്കും ഒരു വേട്ടക്കാർക്കും വിട്ടുകൊടുക്കാത്ത വിധം സംരക്ഷിക്കുന്ന കേരള നിയമത്തിലല്ല പ്രശ്നം, നിയമ ഭേദഗതിയിലാണ് പ്രശ്നം എന്നുള്ളത് ഇവിടെ സഭയടക്കം പറയുമ്പോൾ നിയമമല്ല പ്രശ്നം, നിയമ ഭേദഗതിയിലാണ്. ഇതിൽ പിണറായി വിജയൻ കീഴിലേക്ക് കൊണ്ടുവരാഞ്ഞത് ഇന്ദിരാഗാന്ധിയുടെ പിഴവാണെന്ന് പറയുന്നുണ്ട്. RSS ഇവിടെ രജിസ്റ്റർ ചെയ്ത സംഘടനയാണോ? മനസ്സിലായില്ല. FCRA നിയമ ഭേദഗതിയിൽ തന്നെ പ്രശ്നമുണ്ട്, FCRA നിയമത്തിന്റെ രൂപത്തിൽ തന്നെ പ്രശ്നമുണ്ട്. ഘടനാപരമായി നിയമത്തിന്റെ രൂപത്തിൽ പ്രശ്നം ഇതുവരെ ആരും ഉന്നയിച്ചിട്ടില്ല. ഉന്നയിച്ചിട്ടില്ല. ഇപ്പോൾ അനുഭവസ്ഥർ ഭേദഗതിയുമായി ബന്ധപ്പെട്ടാണ് ആരോപണം ഉന്നയിക്കുന്നത്. ഭേദഗതിയുമായി ബന്ധപ്പെട്ടാണ് അവരുടെ എതിരഭിപ്രായം പറയുന്നത്. അല്ലെ, സംശയമൊന്നുമില്ല. ഇപ്പൊ നമ്മൾ എതിർക്കുന്നത് ആരെ? ഇപ്പൊ എതിർക്കുന്നത് ബി.ജെ.പിയെ തന്നെയാണ്. ഈ പറയുന്ന പാരവയ്ക്കുന്ന പണി കാണിക്കരുത്. അത് രാഹുൽ ഗാന്ധി ആണെങ്കിലും ശരി, കള്ളൻ പവിത്രൻ മോഡലിൽ കാര്യങ്ങൾ പ്രതികരിക്കുന്ന ചില നേതാക്കളാണെങ്കിലും ശരി, ഈ പാരവയ്ക്കുന്ന പരിപാടി ഉണ്ടാവരുത്. സത്യസന്ധമായ കാര്യങ്ങൾ പറയൂ. മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തായിരുന്നു കന്യാസ്ത്രീകൾ ആക്രമിക്കപ്പെട്ട വിഷയത്തിലുള്ള പ്രതികരണം? വളരെ വ്യക്തമായ സ്റ്റേറ്റ്മെന്റ് ഇല്ലേ? അതുകൊണ്ട് കള്ളത്തരം പറഞ്ഞ് പോര് മുറിക്കരുതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ശരി, ഒരു ബ്രേക്ക് കഴിഞ്ഞ് തിരിച്ചെത്താം.